Hi students, welcome to LM Thing. Today we are going to do the exercise questions of page 242, chapter 10, polynomials. അപ്പം ഫസ്റ്റ് സെക്ഷനിൽ 5 ചോദ്യമുണ്ട്. അതായത് റൈറ്റ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ഗിവൺ ബിലോ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയിട്ട് എഴുതുന്നതാണ് ചോദ്യം. അതായത് ഒന്നാമത്തെ ചോദ്യം x square minus 20x plus 91. അപ്പോൾ ഇവിടെ വലിയ സംഖ്യകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് ചെയ്യാം. ഇപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ആൻസർ കിട്ടിയാൽ മാത്രം മതി. അപ്പം നമുക്ക് 97 സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. അപ്പം പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കണം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇതാണ് തന്നിരിക്കുന്ന പോളിനോമിയലാണ് പി ഓഫ് എക്സ്. ആദ്യം അതങ്ങ് എഴുതാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 20x പ്ലസ് 91. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 മീൻസ് x square minus 20x plus 91 equal to 0. ഇനി നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുവാണ്. x is equal to ഇവിടെ a എത്ര ആദ്യം എഴുതാം 1, b എത്ര -20, c എത്ര 91. x is equal to minus b plus or minus root of b square minus 4ac by 2a equals minus b, minus of minus, അതായത് പ്ലസ് വരും അല്ലേ. 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 20യുടെ സ്ക്വയർ എത്ര വരും 400. 400 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 91 എത്ര വരും 4 ഇൻറ്റു 4 into 1 into 91 by 2a 2 into 1 equals 20 plus or minus root of 400 minus 91 into 4 364 എന്ന് വരും by 2 equals 20 plus or minus 400 minus 364 is root 36. Root 36 by 2. അപ്പം root of 36 എന്ന് പറയുമ്പോൾ എത്ര വരും 6 വരും അല്ലേ. 20 equal to plus or minus 6 by 2 equals 20 plus 6, 26 by 2 or 20 minus 6, that is 14 by 2 equals 13 or 7. അതായത് നമുക്ക് വാല്യൂസ് എന്തൊക്കെ കിട്ടി 13ഉം 7. ഇനി ഇതിനെ ഫാക്ടർ ആയിട്ട് എഴുതാം. എന്താണ് when x is equal to 13, x minus 13 is a factor. When x is equal to 7, x minus 7 is a factor. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. x square minus 20x plus 91 equals x minus 3 into x minus not 3 x minus 13 into x minus 7 കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെ വേണം ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ 4 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എക്സ് സ്ക്വയർ മൈനസ് 20x പ്ലസ് 51. ഇതിന് നമുക്ക് നേരത്തെ എഴുതിയ പോലെ പി ഓഫ് എക്സ് ഈക്വൽസ് ഒരേ രീതിയിൽ തന്നെ എല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എഴുതാം പി ഓഫ് എക്സ് ഈക്വൽ ടു 0 implies x square minus 20x plus 51 equal to 0. ഇത് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം.
എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ഒന്നും എഴുതുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് മൈനസ് ഓർ മൈനസ് 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബിയുടെ സ്ക്വയർ 20യുടെ സ്ക്വയർ 400 മൈനസ് 4 into 1 into 51 by 2 into 1 equals 20 plus or minus root of 400 minus 51 into 4. 51 204 വരും by 2 equals 20 plus or minus root of എത്ര വരും 196 by 2 equals 20 plus or minus 196 ന്റെ റൂട്ട് എത്ര 14 by 2. ഇപ്പം എന്ത് കിട്ടും 20 plus 14 by 2 or 20 minus 14 by 2. ഇപ്പം 20 plus 14 എന്ന് പറയുമ്പോൾ എത്ര വരും 34 by 2 or എത്ര വരും 20 minus 14 എത്ര വരും 6 by 2 equals 17 or 3. അപ്പം x is equal to 17, x is equal to 3. x 17 ആണെങ്കിൽ എന്താണ് x minus 17 is a factor. x 3 ആകുമ്പോൾ x minus 3 is a factor. അപ്പോൾ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് എഴുതാം. ഫൈനൽ ആൻസർ x square minus 20x plus 51 equals x minus 17 into x minus 3. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം x square plus 5x minus 84, അതായത് x square plus 5x minus 84. മൂന്നാമത്തെ ചോദ്യം എല്ലാം ഒരേ മെത്തേഡ് തന്നെ. p of x equals x square plus 5x minus 84. p of x equal to 0. x square plus 5x minus 84 equal to 0. x is equal to minus b, minus 5 plus or minus root of b square, 5 into square, minus 4 into 1 into minus 84 by 2 into 1 equal minus 5 plus or minus root of 5 square 25 minus minus plus 84 into 4. 84 into 4 എത്ര വരും 336. 36 by 2. 336 and 25 എത്ര കിട്ടും 361 minus 5 plus or minus root of 361 by 2. അപ്പോൾ 361 റൂട്ട് നമുക്കറിയാം അല്ലേ, ഈക്വൽ മൈനസ് 5 പ്ലസ് ഓർ മൈനസ് 361 റൂട്ട് എത്രയാണ് 19 by 2. അപ്പോൾ മൈനസ് 5 പ്ലസ് 19 by 2 or minus 5 minus 19 by 2. അപ്പോൾ എത്ര വരും minus 5 plus 19, that is 14 by 2 is 7. Minus 5 minus 90 minus 24 by 2 is minus 12. അപ്പം x is equal to 7, x minus 7 is a factor, or x is equal to minus 12. എന്താണ് ഈ മൈനസ് 12 ഇപ്പുറത്തുണ്ടായിരുമ്പോൾ പ്ലസ് x plus 12 is a factor. അപ്പോൾ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് കിട്ടും. സാധനം എഴുതാം. x square plus 5x minus 84 equals x minus 7 into x plus 12. നാലാമത്തെ ചോദ്യം നോക്കിക്കേ. ഇവിടെ എക്സ് സ്ക്വയറിന് കോഎഫിഷ്യൻ്റ് ഉണ്ട് 4x square minus 16x plus 15. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഈ പോളിനോമിയലിൽ നമുക്ക് p of x എടുക്കാം. 4x square minus 16x plus 15. When this is equal to 0, 15 is equal to 0. ഇവിടെ എ ബി ഒക്കെ എഴുതാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കുക. a is equal to 4.
b is equal to minus 16, c is equal to 50. ഇനി നമുക്ക് ഫോർമുലയിൽ കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 16 റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 16 സ്ക്വയർ minus 4 into a is 4 into 15 by 2 into 4. X is equal to 16 plus or minus root of minus 16 square. എത്ര വരും? 256 minus 4 into 4 16 into 15 എത്ര വരും? 214 വരും. കാണുന്നുണ്ടോ ഇവിടെ? 4 into 4 into 15 ആണ്. ബൈ 2 4 8. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 16 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 56 minus 40, that is 256 minus 240 is 16 by 8 equals 16 plus or minus 4 by 8. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? 16 plus 4 is 20 by 8. 20 by 8. ഇതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 4 5 by 2 എന്ന് ചെറുതാക്കി എഴുതാം. പിന്നെ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 16 minus 4, that is 12 by 8. അതിനെ നമുക്ക് ചെറുതാക്കാം. 3 by 3 4 12 3 by 2. അങ്ങനെ രണ്ട് വാല്യൂസ് നമുക്ക് ഫ്രാക്ഷനായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം x minus 5 by 2 ആൻഡ് x minus 3 by 2. 2നെ പുറത്തെടുക്കാം. അപ്പം എന്താ വരും? ഇതിനെ ഇപ്പോൾ നമ്മുടെ ഫാക്ടേഴ്സ്, അവസാനത്തെ ഫാക്ടേഴ്സ് എഴുതാം. 4x square minus 16x plus 15 ഈക്വൽ ടു, ഇവിടെ നിന്ന് 2 ഈ 2 എടുത്തു കഴിഞ്ഞാൽ 2 into 2 4. ബ്രാക്കറ്റ് 2 into x 2x minus 5 വരും. അടുത്തതിൽ എന്ത്? 2x minus 3 വരും. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും? എന്നിട്ട് ഈ 4ന് അപ്പോൾ നമുക്ക് ആ 4 നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. താഴെ ഇവിടെ ഡിനോമിനേറ്റർ 2 into 2 വരത്തില്ലേ? ഈ 4 അങ്ങ് കട്ട് ചെയ്തങ്ങ് പോവും. 2 ഇവിടെ താഴെ 2 into 2 4 വരും താഴെ. അപ്പോൾ ആ 4 അങ്ങ് കട്ട് ചെയ്തങ്ങ് പോവും. മനസ്സിലായോ? 2x minus 5 by 2 2x minus 3 by 2 2 into 2 4. ആ പുറത്തെടുക്കുന്ന 4ഉം താഴത്തെ 4ഉമായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഫൈനൽ ആൻസർ എന്താ വരും? 2x minus 5 ആൻഡ് 2x minus 3. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നോക്കട്ടെ, ഇനി ഒരെണ്ണം കൂടെ വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഒരെണ്ണം കൂടെ ഉണ്ട്. 4 അല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, വിൽ ഡു ക്വസ്റ്റ്യൻ നമ്പർ 5. അഞ്ചാമത്തെ ചോദ്യം, x square minus x minus 1. അപ്പം നമുക്ക് തന്നെ x square minus x minus 1 is equal to 0. x is equal to minus b. അതായത് b is minus 1 minus a plus 1 plus or minus root of b square. b 1 square minus 1 square minus 4 into a into c is minus 1 by 2 into 1. 1 plus or minus root of 1 square 1 minus minus plus 1 plus 4 5 by 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ കിട്ടി? എന്താണ്? x is equal to 1 plus root 5 by 2. x is equal to 1 minus root 5 by 2. അത് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുമ്പം എന്താ കിട്ടുന്നത്? x minus by x square minus x minus 1 is equal to x minus ബ്രാക്കറ്റിനകത്ത് എഴുതണം കേട്ടോ, അല്ലെ തെറ്റിക്കും. root 5 by 2 into x minus
1 minus root 5/2. ഇങ്ങനെ എഴുതി വേണമെങ്കിൽ നിർത്താം, കുറച്ചുകൂടി വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം ഈ എക്സസൈസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സബ് പാർട്ടായിട്ട് 5 ഉണ്ടായിരുന്നു. അത് മൊത്തം തീർന്നിരിക്കുന്നു. ലെറ്റ് മീ വൈൻഡ് അപ്പ്. നിങ്ങൾക്ക് ഈ 5 ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നു. വിൽ കം വിത്ത് റിമൈനിങ് ക്വസ്റ്റ്യൻസ് tomorrow. Okay, bye.